ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മളൊരു തേങ്ങ അരയ്ക്കാത്ത ഒരു മോരുകറി എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഇവിടെ ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ഒരു കവർ തൈര് എടുത്തിട്ടുണ്ട്. അതായത് ഒരു കവർ തൈര് മിക്സിയിലെ ജാറിലൊഴിച്ച് ഒരുപാട് അടിക്കരുത്, ഒരടി അടിച്ച് വയ്ക്കണം. കൂടുതൽ അടിച്ച് പോയെങ്കിൽ അത് ഒത്തിരി ലൂസായി വെള്ളം പോലെ ആയിപ്പോകും. അത് കാരണം ഒരടിയേ അടിക്കാവുള്ളൂ. അല്പം വെള്ളം കൂടെ ചേർത്ത് ഒരടി അടിച്ച് വയ്ക്കണം. പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒരു കഷ്ണം ഇഞ്ചി, ചെറിയ ഒരു കഷ്ണം ഇഞ്ചി, 4-5 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ കടുക് താളിക്കുന്നതിന് വേണം. അതിന് ശേഷം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ ഒരല്പം മുളക് പൊടി, ഉലുവാപ്പൊടി, ജീരകപ്പൊടി, അല്പം കായപ്പൊടി. ഇത്രയും സാധനങ്ങൾ വേണം ഈ മോര് തയ്യാറാക്കുന്നതിന്. തേങ്ങ ചേർക്കാത്ത മോര് കറിയാണ്. അതിനൊരു ചട്ടി അടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകിട്ട് കടുക് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ഇട്ട് വഴറ്റണം. ആദ്യമേ വെളുത്തുള്ളി ഇടണം. കടുക് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി ഇടണം. അതിന് ശേഷം ഇഞ്ചി, 2 പച്ചമുളക്, അതൊരുമാതിരി വഴന്ന് കഴിയുമ്പോഴേക്ക് അതിനകത്തിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടുതൽ ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ മഞ്ഞൾ കൂടി പോകും, മഞ്ഞക്കറിയായി പോകും. ഒരു പിഞ്ചേ ഇടാവുള്ളൂ. കാരണം ഈ നമ്മൾ വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടി ആകുമ്പോൾ അതിന് ഈ കളറ് ചേരുന്നതല്ലേ. മോര് കറി ഇരിക്കും തോറും അതിന് കളറ് കൂടി വരും. അതുകൊണ്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മാത്രമേ ഇടാവുള്ളൂ. എങ്കിലേ മോര് കറിക്ക് നല്ല കളറ് കിട്ടും. ഇരിക്കും തോറും അത് മഞ്ഞയാകും. അത് കാരണം കൂടുതലിടരുത് മഞ്ഞൾപ്പൊടി. ഒരു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒരു ചെറിയ ബ്രൗൺ കളർ പോലെ വരും. അപ്പോൾ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഒരല്പം ജീരകപ്പൊടി, അല്പം കായം പൗഡറാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കായം പൗഡർ ഇല്ലാഞ്ഞതുകൊണ്ട് ഞാനത് പൊടിച്ചത്, കട്ടക്കായം അല്പം പൊടിച്ചാണ് ഇട്ടിരിക്കുന്നത്. ഒരല്പം മുളക് പൊടി,
തീ അണച്ച് വേണം ഈ പൊടികളിടാൻ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അതിന് ശേഷം തൈര് ഒഴിക്കുക. ഒരുപാട് വെള്ളം ചേർക്കരുത്. ഒരുപാട് വെള്ളം ചേർത്താൽ മോര് ഒത്തിരി ലൂസായിപ്പോൾ ഒരു കൊഴുപ്പ് കിട്ടുകയാണ്. തീ ഒരൽപ്പം കൂട്ടി വെച്ചുകൊണ്ട് നന്നായിട്ട് ഇളക്കണം. കൈ ഇതല്ലാതെ ഇങ്ങനെ ഇളക്കിയിരിക്കണം, അല്ലെങ്കിൽ തിളച്ച് പോയെങ്കിൽ മോര് കറി ആയിരിക്കുകയല്ല, പിരിഞ്ഞു പോകും. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തീ അണയ്ക്കണം. ഒരുമാതിരി നല്ല ആവി വരുമല്ലോ, ആവി മേലോട്ട് വരുന്ന ആ സമയത്തിന് തീ അണയ്ക്കണം. തീ അണച്ച് ഇളക്കണം. ചട്ടിയുടെ ചൂട് കൊണ്ട് മോര് പിരിഞ്ഞു പോകാതെ ഇളക്കി ലാസ്റ്റിൽ അല്പം ഉലുവാപ്പൊടിയും കൂടെ വിതറണം. ഉലുവാപ്പൊടിയും കൂടെ വിതറി ഈ കളറ് വരണം മോര് കറിക്ക്. കൂടുതലായി കഴിഞ്ഞാൽ അത് ഇരിക്കും തോറും നാളത്തേക്ക് നോക്കുമ്പോൾ കുറച്ചും കൂടി കളറായിട്ട് വരും. കാരണം മഞ്ഞപ്പൊടിയല്ല നമ്മൾ കളറല്ലയോ ഇടുന്നത്, മഞ്ഞപ്പൊടിയാണെന്നും പറഞ്ഞിട്ട്. വാങ്ങിക്കുന്നതെല്ലാം നല്ല ശുദ്ധമായ മഞ്ഞളല്ലല്ലോ. ഈ മോരുകറി എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം. എത്ര ദിവസം വേണമെങ്കിലും നമുക്കിത് വെച്ച് ഉപയോഗിക്കാം. കാരണം തേങ്ങ അരച്ച് ചേർക്കാത്തതായതുകൊണ്ട് പെട്ടെന്ന് ചീത്തയാവുകയില്ല. ഈ മോരുകറി എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം. എന്നിട്ട് അതിന് ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ കണ്ടതും പോലെ തന്നെ ചെയ്ത് നോക്കണം.